സുഹൃത്തുക്കളെ, പല ആളുകളും നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യമാണ് ക്യാൻസർ, ബ്രെയിൻ സ്ട്രോക്ക്, ലിവർ ഡിസീസ്, ഹാർട്ട് ഡിസീസ്, അതുപോലെ ലുക്കാമിയ, ബ്ലഡ് ക്യാൻസർ, ഇതുപോലുള്ള മേജർ മാരകമായ അസുഖങ്ങൾക്ക് എങ്ങനെയാണ് ആത്മീയ ചികിത്സ ഉപകാരപ്പെടുക? ആത്മീയ ചികിത്സ കൊണ്ട് ഇതിന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന്? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. രോഗം അത് സ്ഥിരപ്പെടുന്നത് എവിടെയാണ്? ശാരീരിക രോഗമാവട്ടെ, മാനസിക രോഗമാവട്ടെ, ആദ്യം രോഗം ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ആത്മീയ ശരീരത്തിലാണ്. ഈ ഭൗതിക ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ആത്മീയ ശരീരമുണ്ട്. ആ ആത്മീയ ശരീരത്തിലാണ് രോഗം ഉണ്ടാകുന്നത്. ഏതെല്ലാം എക്സെപ്റ്റ് ആക്സിഡൻറ്റ്. ഇപ്പം ആക്സിഡൻറ്റ് സംഭവിക്കുക, ഒരു അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന മുസീബത്ത്, ഒരു അപകടം, അത് സ്വാഭാവികമായിട്ടും ശരീരത്തിലേക്കാണ് ബാധിക്കുന്നത്. പിന്നീട് സ്വാഭാവികമായിട്ടും മനസ്സിലേക്കും അത് ബാധിക്കും. പക്ഷേ ക്രമേണ ക്രോണിക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന രോഗങ്ങളെല്ലാം മനുഷ്യൻ്റെ ആത്മീയ ശരീരത്തിലാണ് ആദ്യം രോഗമുണ്ടാകുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ശാരീരിക രോഗങ്ങളിൽ ആയി മാറുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയമായ പരിഹാരമാണ് ഇതിന് ആത്യന്തികമായ പരിഹാരം. ശരീരത്തിന് ബാധിച്ചിടത്തോളം ശിഫയായി കിട്ടുവാൻ, മാറ്റമുണ്ടാകുവാൻ മോഡേൺ മെഡിസിനോ അതല്ലെങ്കിൽ ആയുർവേദം പോലെയുള്ള ഭൗതികമായ ചികിത്സ കൊണ്ട് കഴിയും. പക്ഷേ ഇതിൻ്റെ മൂലകാരണം, ഭൗതിക ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ മൂലകാരണം ആത്മീയ ശരീരത്തിലാണെങ്കിൽ ആ ആത്മീയ ശരീരത്തിൻ്റെ രോഗം അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ഫൈനലായിട്ടുള്ള സൊല്യൂഷൻ. അതുകൊണ്ട് എങ്ങനെയാണ് ഇത്തരം രോഗങ്ങൾക്കൊക്കെ നമുക്ക് ആത്മീയ ചികിത്സ എങ്ങനെ ഉപകാരപ്പെടും എന്ന ചോദ്യമാണ് ആളുകൾ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ ഹോളിസ്റ്റിക് ഹീലിംഗ് ആൻഡ് ലൈഫ് കോച്ചിങ്ങിൽ നമ്മൾ ഇത്തരം ഭാഗങ്ങളെല്ലാം കെയർ ചെയ്യുന്നു. അതിൽ നമ്മൾ മോഡേൺ സൈക്കോളജി, ഇസ്ലാമിക് സൈക്കോളജി, പാരാസൈക്കോളജി, സ്പിരിച്വൽ ഹീലിംഗ്, ലൈഫ് കോച്ചിങ് ആൻഡ് മോഡേൺ മെൻറ്ററിങ് പോലുള്ള എല്ലാ ഭാഗങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതിൽ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ. ഏതൊരു രോഗമുണ്ടാകുമ്പോഴും ആ രോഗം രണ്ട് തരത്തിലാണ്. ഒന്ന്, അതിൻ്റെ കാരണങ്ങൾ രണ്ട് തരത്തിലാണ്. ഒന്ന് പ്യൂർലി ബയോളജിക്കൽ റീസൺസ്, വ്യക്തമായിട്ടുള്ള ബയോളജിക്കൽ റീസൺസ്. അതുപോലെ ബയോളജിക്കൽ റീസൺസ്, ജെനറ്റിക്കൽ വൾണറബിലിറ്റി. ജെനറ്റിക്കലി മനുഷ്യൻ്റെ ചില ശരീരഭാഗം, ചില സെല്ലുകൾ, ചില ഭാഗങ്ങളെല്ലാം എന്തായും ഭയങ്കരമായിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള, വീക്കാകുന്ന, രോഗം പെട്ടെന്ന് പിടിപെടുന്ന രീതിയിലുള്ള അവസ്ഥയിലായിരിക്കും. അതോടൊപ്പം എൻവയോൺമെൻറ്റൽ റീസൺസ്, പരിസ്ഥിതിപരമായ, പ്രകൃതിപരമായ പല കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് രോഗമായി മാറുന്നു. ഇതാണ് പ്യൂർലി ബയോളജിക്കൽ റീസൺസ്. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ പുഴകളിലും മറ്റും മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുക പോലുള്ള സംഗതികളൊക്കെ ക്യാൻസർ രോഗം വരാനുള്ള കാരണങ്ങളായി പറയാറുണ്ട്. ഇത് ശരിയോ തെറ്റോ എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ഭാഷ്യം, അതിൻ്റെ വാദഗതി എന്താണ്? മാലിന്യങ്ങളൊക്കെ പുഴയിൽ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ടെങ്കിൽ അതിൽ ചില മാലിന്യങ്ങളിൽ നിന്ന് അടിയൊഴുക്കിലൂടെ ആളുകളുടെ കിണറുകളും മറ്റും ഇത്തരം മാലിന്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാൻസർ വരാനുള്ള ചാൻസസ് ഒക്കെ നമ്മൾ വായിക്കാറുണ്ട് പേപ്പറിലും മറ്റുമൊക്കെ. അപ്പോൾ ഇതാണ് എൻവയോൺമെൻറ്റൽ റീസൺസ് ആണ്. പക്ഷേ ഇതെല്ലാവർക്കും ബാധിച്ചോളണമെന്നില്ല. കാരണം ബയോളജിക്കലി, ജെനറ്റിക്കലി ഭയങ്കരമായിട്ടുള്ള വൾണറബിലിറ്റി ഉള്ള ആളുകൾക്കാണ് ഇത് ബാധിക്കുന്നത്. മറ്റൊരു കാരണം സൈക്കോളജിക്കൽ, ആൻഡ് ദിസ് ഇസ് ദ മേജർ പാർട്ട്. ഈ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുവാനുള്ള മെയിൻ കാരണവും, അതിൻ്റെ വലിയ കാരണവും, മെയിൻ കാരണവും, സ്ഥിരമായ കാരണവും അതേതാണ്? സൈക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങളാണ്. ആ സൈക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തത്, അൺസോളിസിറ്റഡ് പ്രൊപ്പഗൻഡ ആൻഡ് പ്രഡിക്ഷൻ ഓഫ് മെഡിക്കൽ കമ്മ്യൂണിറ്റി ആൻഡ് സബ്സിക്വൻറ്റ് ഫിയർ. ഈ മെഡിക്കൽ കമ്മ്യൂണിറ്റി, അതുപോലെ എന്താ പറയുക, ഹെൽത്ത് ബിസിനസ്, ഹോസ്പിറ്റൽ ബിസിനസ്, ഹെൽത്ത് ബിസിനസ്സുകാരുടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു അൺസോളിസിറ്റഡ് പ്രൊപ്പഗൻഡ, കുപ്രചരണം അല്ലെങ്കിൽ തെറ്റായ വിഷയങ്ങൾ അറിഞ്ഞ് പ്രചരിപ്പിക്കുക. അതുവഴി ജനങ്ങളിലൊരു പേടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ജനങ്ങളിലൊരു പേടി ഉണ്ടാക്കിയെടുക്കുന്നതോടുകൂടി ജനങ്ങളുടെ ഉള്ളിൽ ഹോപ്പ് പോകും. എന്തിനെ നമ്മൾ ഭയപ്പെടുന്നോ അത് നമ്മളെ കീഴ്പ്പെടുത്തും. എന്തിനെയാണോ നമ്മൾ ഭയപ്പെടുന്നത് അത് നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മൾ രോഗത്തെ ഭയപ്പെട്ടാൽ രോഗം നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മൾ ശത്രുവിനെ ഭയപ്പെട്ടാൽ ശത്രു നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മൾ ദാരിദ്ര്യത്തെ ഭയപ്പെട്ടാൽ ദാരിദ്ര്യം നമ്മളെ ഭയപ്പെടുത്തും. നമ്മൾ ഷെയ്ത്താന്മാരെ, ജിന്നിനെയും പ്രേതം ഭൂതത്തേക്ക് ഭയപ്പെട്ടാൽ അത് നമ്മളെ കീഴ്പ്പെടുത്തും. എന്തിനെ നമ്മൾ ഭയപ്പെടുന്നോ അത് നമ്മളെ കീഴ്പ്പെടുത്തും.
അതുകൊണ്ട് ഭയം എന്നൊരു സംഗതിയാണ് ഈ ഹെൽത്ത് കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് ബിസിനസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള. അതുകൊണ്ട് രോഗത്തെക്കുറിച്ചുള്ള പിന്നെ സംഗതി തന്നെ വീഡിയോ ക്ലിപ്പായിട്ടും അതായിട്ടും പോസ്റ്റേഴ്സായിട്ടും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കും. ഇപ്പോൾ വെറുതെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് ഉണ്ടാവും, കൂർക്കം വലി ഒരു രോഗമായേക്കാം. ഇങ്ങനെ ഇരുന്ന് വായിച്ച് കൂർക്കം വലി ഒരു രോഗമാവില്ലേ മനുഷ്യൻ്റെ തലയ്ക്ക്. അതോടുകൂടി രോഗം 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 എന്നത് മനുഷ്യൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഹെൽത്ത് ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് ടെക്നോളജി, മാർക്കറ്റിംഗ് ടാക്ടിക്സ്. അത് ഒരു പേടി ആളുകളെ പ്രചരിപ്പിക്കുന്നു. അതോടുകൂടി പിന്നെ പ്രതീക്ഷ കുറയുകയും ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ റീസൺ. ഏതൊരു ക്രോണിക് ഡിസീസും ഡെവലപ്പ് ചെയ്യാനുള്ള ഒന്നാമത്തെ റീസൺസ് അതാണ്. 2, മരണപ്പേടി. അതെല്ലാ മനുഷ്യരും മരണപ്പേടിയുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിംസിന് നരകപ്പേടി എന്നതുണ്ടാകും. നരകത്തെക്കുറിച്ചുള്ള ഭയം, അത് മരണപ്പേടി ഉണ്ടാകും. മരണപ്പേടി രോഗപ്പേടി ഉണ്ടാക്കും. അതോടുകൂടി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള മേഴ്സിയിലുള്ള ഹോപ്പ് കുറയുകയും ചെയ്യും. മനുഷ്യൻ്റെ ആരോഗ്യം ഹോപ്പിൽ നിന്നുണ്ടാകുന്ന, പേടിയിൽ നിന്നുണ്ടാകുന്നതല്ല. മനുഷ്യൻ്റെ ആരോഗ്യം പ്രതീക്ഷയിൽ നിന്ന്, എന്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്ന്. വലാത്തക്കിനൊത്ത് മിൻ റഹ്മത്തില്ല. അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് വാസ്തവത്തിൽ ഒരു രോഗിക്കും ആർക്കും ഉണ്ടാവേണ്ടത്. അതിന് പകരം നരകപ്പേടി കാര്യമായിട്ട് ഇപ്പം നമ്മളെ നാട്ടിൽ മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ നരകം മരിച്ചു പോണ്ടേ, മരിച്ചാൽ എന്താവും എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുക. അതോടുകൂടി നമ്മൾക്ക് കിട്ടിയ അറിവുകളെല്ലാം, ഏതൊരു അറിവും ഏതൊരു കമ്മ്യൂണിക്കേഷനും ഒരു എമോഷൻ അതിൻ്റെ കൂടെ ഉണ്ടാവും. എവറി കമ്മ്യൂണിക്കേഷൻ ഈസ് ക്യാരിയിങ് ആൻ എമോഷൻ. അതുകൊണ്ട് മതപ്രഭാഷണങ്ങളിൽ അധികം വരുന്നതും ഭയമാണ് വരുന്നത്. അത് നരകപ്പേടി മരണപ്പേടി ഉണ്ടാക്കും, മരണപ്പേടി രോഗപ്പേടി ഉണ്ടാക്കും. മൂന്നാമത്തെ കാരണം നെഗറ്റീവ് എമോഷണൽ ലോഡ്സ്. മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത്, മനുഷ്യൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ, മനുഷ്യൻ്റെ മെമ്മറിയിൽ, മനുഷ്യൻ്റെ ദിക്റിൽ, അവൻ്റെ അൽബ് ലുബ് ഫുആദ് സദർ ഇതിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന എമോഷണൽ ലോഡ്, പാനിക് ഷോക്കുകൾ, ട്രൗമാസ്, അവൻ്റെ മാനസികമായ മുറിവുകൾ, അതുപോലെ വിഷമം, ദുഃഖം, സങ്കടം, പ്രയാസം, ഇതെല്ലാം കുന്നുകൂടിയാൽ അവൻ്റെ എമോഷൻസ്, പിന്നെ എന്താ പറയുക, അവൻ്റെ എമോഷൻസ്, അവൻ്റെ ആത്മീയ ശരീരത്തിലുള്ള എല്ലാ എമോഷൻസും ഭൗതിക ശരീരത്തിൽ വർക്ക് ചെയ്യും. അത് ആത്മീയമായിട്ട് അവൻ്റെ ആത്മീയ ശരീരത്തിലുള്ള എല്ലാ എമോഷൻസും ഭൗതിക ശരീരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ, ഭൗതിക ശരീരത്തിൻ്റെ ഏത് ഭാഗമാണോ വീക്ക് അവിടെ അത് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകൾ, ഇവിടെ എണ്ണിപ്പറഞ്ഞ ക്യാൻസറോ സ്ട്രോക്കോ അതുപോലെ ലുക്കാമിയ, അതുപോലെ ലിവർ ഡിസീസ്, ഹാർട്ട് ഡിസീസ്, വാട്ട് എവർ യു നെയിം ഇറ്റ്, നിങ്ങൾ പറഞ്ഞോളൂ, ഏത് രോഗം, ക്രോണിക് ഡിസീസുകൾ മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ ഇതാണ്. അതുകൊണ്ട് ഒരു ആളുടെ ഉള്ളിലുണ്ടാകുന്ന എമോഷണൽ ലോഡുകളാണ് അവന് രോഗങ്ങളായി മാറുന്നത്. ഇതിനപ്പുറത്തേക്കാണ് ഇത്തരം എമോഷൻസും അവൻ്റെ നെഗറ്റീവായിട്ട് എമോഷൻസ്, നെഗറ്റീവായിട്ട് ചിന്തകൾ, നെഗറ്റീവായിട്ട് സ്പിരിച്വാലിറ്റി അവരുടെ ഉള്ളിലുണ്ടാകുന്ന സമയത്ത് അതിലൂടെ ആണ് പാരാസൈക്കോളജിക്കൽ അല്ലെങ്കിൽ പാരാനോർമൽ ഫോഴ്സസ് ആയ ഡെവിളിഷ് ഫോഴ്സസ്, ശൈത്താനികമായിട്ടുള്ള അല്ലെങ്കിൽ ഈവിൾ എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞ സംഗതികൾ മോഡേൺ സയൻസിലൊക്കെ പല ഭാഷയിലും സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഇത് മറ്റു മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന എനർജി ട്രാൻസ്ഫറൻസ് ഉണ്ടാകും. ഡെവിൾസ്, സഷാൽ ജിന്നുകളിൽ നിന്നുണ്ടാകുന്ന എനർജി ട്രാൻസ്ഫറൻസ് ഉണ്ടാകും. ഇങ്ങനെയാണ് ഇതെല്ലാം കൂടെ കുമിഞ്ഞുകൂടുന്നത്. ഇതെല്ലാം ആത്മീയ ശരീരത്തിൽ കുമിഞ്ഞുകൂടി രോഗങ്ങളാകുന്ന സമയത്ത് അത് പിന്നീട് എന്ത് ചെയ്യും, അവൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള ശരീരഭാഗത്ത് രോഗമാകാൻ തുടങ്ങും. ഇങ്ങനെയാണ് പല രോഗങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫൈൻ. ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ്? യെസ്, ട്രീറ്റ്മെൻറ്റ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. നമ്മുടെ ബേസിയെ പറഞ്ഞല്ലോ, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസലഹു ശിഫ അലിമഹു മിൻ അലിമ ജഹലഹു മിൻ ജഹല. രോഗം എന്താണെന്നും രോഗത്തിൻ്റെ കാരണം എന്താണെന്നും അറിയുന്നവന് അതിൻ്റെ ശിഫ എന്താണെന്ന് അറിയാം. അവനാണ് അത്തബീബ്, അവനാണ് ചികിത്സകൻ, ഡോക്ടർ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ആൾ. അതുകൊണ്ട് രോഗം എന്താണ്, എങ്ങനെ, ഇവൻ്റെ ആത്മീയ ശരീരത്തിൽ എന്ത് രോഗമാണ് ഡെവലപ്പ് ചെയ്തത്, അത് ചെറുപ്പം മുതലേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിൻ്റെ വശങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും അവൻ്റെ ചിന്താപരവും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും അവൻ്റെ കൂടെ ഉള്ള അവൻ്റെ മാതാപിതാക്കളും സിബ്ലിങ്സ് ബന്ധുക്കളും അവരിൽ നിന്ന് കിട്ടുന്ന എമോഷണൽ ട്രാൻസ്ഫറൻസസും അതോടൊപ്പം തന്നെ എമോഷണൽ ഇംപ്രിൻറ്റുകൾ, അവൻ താമസിക്കുന്ന സ്ഥലത്തും വീട്ടിലും മറ്റോ എമോഷണൽ എവിടെയാണോ മനുഷ്യൻ്റെ ശക്തമായ വൈകാരിക പ്രകടനം നടക്കുന്നത് അതിൻ്റെ ഒരു എമോഷണൽ ഇംപ്രിൻറ്റ് ആ സ്പേസിൽ റെക്കോർഡഡ് ആകും. അതുകൊണ്ട് എമോഷണൽ ഇംപ്രിൻറ്റുകൾ പോലുള്ള സംഗതികൾ കണ്ടെടുത്തുകൊണ്ട് മാത്രമല്ല പല വ്യക്തികൾക്കും ഡിസേബിളിംഗ് ബിലീഫ് രൂപപ്പെട്ടിട്ടുണ്ടാവും.
മനസ്സിൽ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അസുഖം ഭേദമാവാത്ത വിധം അവൻ്റെ മനസ്സിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ധാരണകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ടാകും. അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടി വരും, അവൻ്റെ പേഴ്സണാലിറ്റിയെ മാറ്റേണ്ടി വരും, അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടി വരും, അവൻ്റെ ലൈഫ് സ്റ്റൈൽ, അവൻ്റെ ഭക്ഷണവും അവൻ്റെ എന്താ പറയുക ബോഡി വർക്കും എല്ലാം മാറ്റേണ്ടി വരും. ചിലപ്പോൾ മരുന്ന് വേണ്ടി വരും. അങ്ങനെ മരുന്ന് വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കില്ല, നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആളുകളിലേക്ക് പറഞ്ഞു വിടുകയും അത്തരം ആളുകളുടെ മരുന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ പേഴ്സണാലിറ്റി റീഫ്രെയിമിങ് വേണ്ടി വരും, ലൈഫ് കോച്ചിങ് വേണ്ടി വരും, ട്യൂട്ടറിങ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആത്മീയ ശരീരത്തിന് ഈ രീതിയിലുള്ള ചികിത്സകളും ഈ രീതിയിലുള്ള ഹീലിംഗ്, ഈ രീതിയിലുള്ള തെറാപ്പീസും കൗൺസിലിങ്ങും കോച്ചിങ്ങും ട്യൂട്ടറിങ്ങുമാണ് നമ്മൾ ഈ വിഷയത്തിൽ കൊടുക്കാറുള്ളത്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇത് ക്ലിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിന് ലൈക്ക് അടിക്കുക. ഇതിനുപോലുള്ള ക്ലിപ്പുകൾ ആവശ്യം ഇനി നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്കും കൂടി കിട്ടണം എന്നൊരാഗ്രഹം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് നിങ്ങൾ മറ്റ് ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇബ്നു തൈമിയ്യ ഹോളിസ്റ്റിക് ഹീലിംഗ് എന്നതിൽ നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ആത്മീയമായ ശരീരത്തിൻ്റെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഭൗതികപരമായ ചികിത്സകളൊന്നും നമ്മൾ ചെയ്യില്ല. അത് അതിൻ്റേതായിട്ടുള്ള റിക്കഗ്നൈസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനടുത്ത് രോഗികൾ ആൾറെഡി പോകുന്നുണ്ടാകും, ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുവിടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.